ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗുരുവായൂർക്ക് പോവാണ്. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം കേട്ടോ. ബായ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് സ്റ്റാൻഡിൽ പോകണം. സ്റ്റാൻഡിൽ നിന്നാണ് ബസ്. അപ്പോൾ ബസ് കയറിയിട്ട് ഗുരുവായൂർ എത്തിയിട്ട് ബാക്കി വിഷയം കാണാം കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോണത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. ഞങ്ങളിനി ബസ് കയറാനായിട്ട് പോവാണ്. അപ്പോൾ കേൾക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല ഞാൻ പറയുന്നത്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തി ഗൈസ്. അപ്പം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി. കുറേ നാൾക്ക് ശേഷം വന്ന കാരണം എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു മനസ്സിലൊക്കെ ഭയങ്കര സന്തോഷം. നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറന്ന ടൈമായ കാരണം അത്ര തിരക്കില്ല എന്നാണ് വിചാരിക്കണത്. എന്താണെന്ന് അറിയില്ല, നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം. ഞങ്ങൾ ഫോണൊക്കെ ഇവിടെ കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി തൊഴുതിട്ട് ഫോൺ എടുത്തിട്ട് എനിക്ക് ബാക്കി വിഷുവലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഫോണും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ട് കൊടുക്കുക. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ കയറി ഇറങ്ങി. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫോൺ ഇതിൻ്റെ ഉള്ളിലായ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണിക്കാട്ടോ. അപ്പോൾ ഇത്ര ആൾ വരിക. അപ്പം അമ്മ ചേച്ചിമാരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക. ഫോൺ എടുത്ത് വെച്ചൊക്കെയായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫോണൊക്കെ ഇപ്പോൾ എടുത്തു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം. ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത്. കുറേ ഷോപ്പുകളിൽ ഡ്രസ്സുകളും കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, വിളക്ക്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പൊരിയും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോഴാണ് സീരിയൽ നടീനെ കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചിയുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്തു. ഇത് കുടുംബശ്രീ ശാരദയിൽ അഭിനയിക്കുന്ന ചേച്ചിയാണ്. അങ്ങനെ നല്ല സ്നേഹമായിരുന്നു. നന്നായി വർത്തമാനമൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ചെറിയൊരു ഗുരുവായൂർ വ്ളോഗാണ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ. അങ്ങനെ നട്ടപ്പാറ വെയിലത്ത് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി തിരിച്ച് പോവാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് ബസ്സിലാണ് പോണത്. പിന്നെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.